ഹലോ, നമസ്കാരം മാഷേ. ഫോറം കേരള എന്നൊരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത്. ആദ്യമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ മനസ്സ് കാണിച്ചതിന് നന്ദിയുണ്ട്. മാഷേ, ഈ ചലച്ചിത്ര രംഗത്തെ വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോ കുറച്ചു ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതും ചർച്ചകൾ നടക്കുന്നതും. അപ്പോൾ ഈ ഒരു വിഷയത്തിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നാണ് മാഷിന് തോന്നുന്നത്? ഇത് സിനിമാ രംഗം കുറെ കാലമായി അതിനു മുമ്പുണ്ടായിരുന്ന അതിൻ്റെ ഒരു തുറന്ന സ്ഥിതി നഷ്ടപ്പെട്ട് അത് ചിലരുടെ ഉന്നതിക്ക് മാത്രമുള്ള ഒരു വേദിയായിട്ട് വരികയായിരുന്നു. അത് ആരും അധികം അറിഞ്ഞിരുന്നില്ല. ശരി. ഈ കലാകാരന്മാരും ചെറിയ കലാകാരന്മാരുള്ള അവർക്ക് പ്രതിഷേധം പറയാനും കഴിയില്ല. ഇപ്പോഴ് ഈ തിലകന്റെ ഇത് വന്നപ്പോൾ എതിർച്ചയായി ഞാൻ അതിൽ പെട്ടുപോയതാണ്. ശരി. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ സാധാരണ സ്വഭാവം അനുസരിച്ച് ഇത് അനീതിയാണല്ലോ, അപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ശരി. അപ്പോൾ മോഹൻലാൽ അങ്ങ് ഇടപെട്ടു. ശരി. അപ്പൊ അവരുടെ ഒരു കൃത്രിമ ലോകത്തിൽ ജീവിക്കുക. അപ്പൊ ഞാൻ ആരാണെന്നൊന്നും അദ്ദേഹത്തിന് നല്ല നിശ്ചയമില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം ശോഭിച്ച് സംസാരിക്കുമ്പോഴേക്ക് നമ്മളൊക്കെ രക്ഷ തേടി എവിടെയോ ഒളിച്ചു കളയുന്നു എന്തോ ധരിച്ചു. പക്ഷെ ഞാനിത് 6-7 ദശാബ്ദമായിട്ട് ഈ രാജ്യത്ത് സാംസ്കാരികമായ കാര്യങ്ങളിൽ എല്ലാം ഏർപ്പെടുന്ന ഒരാളാണ്. അതിന്റെ ഒരു ശീലമാണത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചെതിർത്തു. അവിടെയാണ് അവർക്കിപ്പോഴ് വിഷമം. അങ്ങനെയാണ് പിന്നെ മമ്മൂട്ടി ഇടപെട്ടു. എങ്കിലും ഇപ്പോഴും അവര് ഞാൻ ധരിച്ചതുപോലെ വെടിനിർത്തലില്ല. തിലകനെ അവര് രംഗം നിർത്തി ശിക്ഷിച്ചിട്ട് സംതൃപ്തരാകാൻ ആഗ്രഹിക്കാം. ശരി. പക്ഷേ ശബ്ദത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു ഫോൺ കുറച്ചുകൂടെ അടുത്ത് സംസാരിക്കാൻ കുറച്ചുകൂടെ ഒന്ന് ഓഡിബിൾ ആകുമായിരുന്നു. അപ്പോ ഞാൻ ചോദിക്കുന്നത്, അതായത് മാഷിന്റെ ഒരു ഇടപെടലൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ കുറച്ചു ദിവസമായിട്ട് ഇപ്പോ അതുപോലെ ശ്രീ വി ആർ കൃഷ്ണയ്യർ അതിനകത്തൊരു പ്രസ്താവന കൊടുക്കുകയുണ്ടായി. പക്ഷെ ഇപ്പോഴും പക്ഷെ അതൊരു പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു ധാരണയാണ് പൊതുവിൽ ഉണ്ടാകുന്നത്. ആദ്യമേ എന്റെ ഒരു നിർദ്ദേശം ഇവരെ ഏകദേശം വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് നല്ലത് എന്നൊരു ചിന്താഗതിയിൽ സ്വല്പം എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പൊ ഞാൻ മധ്യസ്ഥനാവേണ്ടത് ഈ കേരളത്തിലെ സിനിമാ ലോകത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് നല്ല ഉത്കണ്ഠ വേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ഒരുപാട് സ്റ്റേക്സ് ഉണ്ട് ഇതിൽ. തീർച്ചയായിട്ടും. അതുകൊണ്ട് സാംസ്കാരിക മന്ത്രി ഇതില് നേരിട്ട് ഇടപെടണം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് പോലെ തോന്നുകയാണ്. ഇതുവരെ ഒന്നും കിട്ടിയില്ല. തീർച്ചയായിട്ടും ഒരു വ്യക്തമായ ഒരു നിലപാട് അതിനകത്ത് എടുക്കുന്നതിൽ സാംസ്കാരിക മന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതെ, അതൊരു ന്യൂനതയായിട്ട് ഞാൻ കാണാം. തീർച്ചയായിട്ടും. അവര് വരുമ്പോഴൊക്കെ അവര് ശരിക്കും മധ്യസ്ഥരാ, അവര് ഭരണകൂടമല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് കലാകാരന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേക മമത്വമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ അതുപോലെ ഇപ്പൊ ഈ സംഘടനകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ സംഘടനകളൊക്കെ സിനിമയിൽ വന്നിട്ട് അധികം വർഷങ്ങളാകുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും സിനിമയിൽ സംഘടനകളായി, എഴുത്തുകാർക്ക്, അഭിനേതാക്കൾക്ക്. പക്ഷെ ഈ സംഘടനകളുടെ ബാഹുല്യം കൊണ്ട് ഒരു പക്ഷേ ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടായി എന്ന് ഒരു വാദം മുന്നോട്ട് വെച്ചാൽ മാഷ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഈ സംഘടന വരുന്നത് തന്നെയും ഈ കലാകാരന്മാരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വെളിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു രക്ഷാകവചമായിട്ടാണ് സംഘടന പ്രവർത്തിക്കേണ്ടത്. തീർച്ചയായിട്ടും. പക്ഷെ സംഘടന വരുമ്പോഴേക്ക് അതിന്റെ തലപ്പത്ത് ചിലത് കയറിയിരിക്കും. അവർ വലിയ കലാകാരന്മാരാകണമെന്നില്ല. അപ്പൊ അവർക്ക് അവരുടെ അഹന്തയെ പരിപോഷിപ്പിക്കാനായിരിക്കും പിന്നീടുള്ള അവരുടെ ശ്രമം. അപ്പൊ കലാകാരന്മാർ അവരോട് ധാർഷ്ട്യത്തോടെയൊക്കെ പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പീഡിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. അവിടെയാണ് തിലകൻ അതിന് ഇരയായി തീർന്നത്. ഈ കലയിലെ സംഘടന എന്ന് പറയുന്നത് കലാകാരന്റെ ഏറ്റവും അമൂല്യമായ സമ്പത്ത് അവന്റെ സ്വാതന്ത്ര്യമാണ്. ഇല്ലെങ്കിൽ അവന് കലയില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് സംഘടന എപ്പോഴും സംരക്ഷിക്കേണ്ടത് സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇവിടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ സംഘടനകൾ നല്ലത് തന്നെ, പക്ഷെ അതിന്റെ ഉദ്ദേശശുദ്ധി പലപ്പോഴും അതിന്റെ തലപ്പത്ത് വരുന്ന ആളുകളുടെ
താല്പര്യങ്ങൾക്കനുസരിച്ച് മാറുന്നു എന്നാണ് മാഷിന്റെ അഭിപ്രായം. അതാണ്. ഇപ്പൊ ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടത് കൊണ്ട് പ്രത്യേകിച്ചും ചോദിക്കുകയാണ്, മാഷിന്റെ ഒരു അഭിപ്രായത്തിൽ മലയാള സിനിമയിൽ ശരിക്കും എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന് മാഷിന് തോന്നുന്നത്? അല്ല, ഇതൊക്കെ ഒരു നിലയ്ക്ക് മനുഷ്യ സ്വഭാവത്തിന്റെ എപ്പോഴുമുള്ള ചില വൈകൃതങ്ങളാണ്. അതെപ്പോഴും പ്രതിഫലിക്കും. ഭരണകൂടത്തിൽ വെച്ച് കാണും. നമ്മൾ അതിന്റെ ഒരു ചെറിയ പതിപ്പായത്. തീർച്ചയായിട്ടും. ഇവർക്ക് അധികാരം കുറവായതുകൊണ്ട് വലിയ ദോഷം ചെയ്യാൻ വയ്യ. തിലകനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ചെയ്യാം. തീർച്ചയായിട്ടും. പക്ഷെ അത് കലയുടെ ഭാവിയെ ബാധിക്കും. തീർച്ചയായിട്ടും. പുതിയ കലാകാരന്മാരെ വരുന്നത് ഈ അന്തരീക്ഷത്തിൽ വരുന്നത് കുറയും. തീർച്ചയായിട്ടും. പിന്നെ സ്വാതന്ത്ര്യമില്ല. ഇപ്പോഴും ചിലർ ഇവരുടെയൊക്കെ ഉള്ളിൽ ഇതുണ്ട്. പക്ഷെ അത് അവർ വെളിയിൽ പറയുന്നില്ല. ഞാൻ എതിർത്തതിന് ശേഷമാണ് ഇപ്പൊ ചിലര് മാള അരവിന്ദൻ പറഞ്ഞു സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി തികച്ചും അനാവശ്യമാണ്. അതൊക്കെ പണ്ട് പറയേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും. എങ്കിലും ഇപ്പൊ കാലം മാറിയെന്ന് കണ്ടപ്പോ ചില വിപ്രതിപത്തികൾ പുറത്തു വരുന്നുണ്ട്. അതൊരു ഭാഗ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു പ്രശ്നത്തിൽ ശരിക്കും ഈ ശ്രീ തിലകന്റെ വിഷയത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചെന്താണ്? ഇപ്പൊ താങ്കള് ശ്രീ തിലകനുമായി നേരിട്ട് ഇതിനെപ്പറ്റി ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, മൂവാറ്റുപുഴ ഒരു 5-8 ദിവസം മുമ്പ് ഒരു സാംസ്കാരിക സമ്മേളനമുണ്ട്. ഞാൻ ഉദ്ഘാടകൻ. അവിടെ ചെന്നപ്പോഴാണ് തിലകനെ കാണുന്നത്. ശരി. അദ്ദേഹമായിട്ട് എനിക്ക് മുൻപരിചയം വളരെ കുറവാണ്. ശരി. പക്ഷെ കണ്ടപ്പോഴേ ഈ വിഷയം സംസാരിച്ചു. അപ്പോഴാണ് എനിക്ക് ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ പത്രത്തിൽ കണ്ടല്ലോ, ആ ഇംഗ്ലീഷ് സിനിമയുടെ സംവിധായകൻ പറഞ്ഞു ഇദ്ദേഹത്തെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം വന്നു. ഈ ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ടല്ലോ അവർ പിന്തിരിയുന്നു. അത് ഇവരുടെ ഭീഷണിയുടെ ഫലമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു കലാകാരനെ കയ്യും കാലും കെട്ടിയിട്ട് അവര് മൂലക്കിരുത്തുക എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് പ്രവണതയാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ സ്ഥിതി ഒരിക്കലും അനുവദിച്ചുകൂടാത്തതാണ്. തീർച്ചയായിട്ടും. അത് അധികകാലം നിൽക്കൂല്ല. ഇപ്പം ഇവരൊക്കെ വിചാരിക്കല്ലേ, ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കും എത്ര കാലം ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഈ ഡയ്യും അതും ഇതൊക്കെ ഇട്ടാൽ പോലും എത്ര കാലം പിടിച്ചിരിക്കും? അത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഈ മോഹൻലാലോ മമ്മൂട്ടിയോ നൽകിയിട്ടുള്ള സംഭാവനകളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല. വിസ്മരിക്കേണ്ട. പക്ഷെ എന്ന് വെച്ചിട്ട് മറ്റുള്ളവരുടെ കരിയർ നശിപ്പിക്കാൻ അവർക്ക് അധികാരമില്ല. തീർച്ചയായിട്ടും. അതും തീർച്ചയായിട്ടും ഒരു വസ്തുത തന്നെയാണ്. പിന്നീട് ഈ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് പരസ്പരം ഉണ്ടായിട്ടുള്ള പല ആരോപണങ്ങൾ ഇപ്പോൾ അത് ഒരു കേസിന്റെ വക്കിൽ വരെ എത്തി നിൽക്കുകയാണ്. മാഷിന് തോന്നിയിട്ടുണ്ടോ ഒരു ശ്രീ മോഹൻലാലിനെതിരെ നടത്തിയ ഒരു പരാമർശം, അദ്ദേഹത്തിന്റെ സഹോദരനെ ബന്ധപ്പെടുത്തി പറഞ്ഞ ഒരു പരാമർശം? ഞാൻ അപ്പോഴും തന്നെ നിങ്ങൾ TV-യിൽ കേട്ട് കാണുമല്ലോ, ഇത് സംഭവിച്ചപ്പോഴേ കേരളത്തിൽ അനവധി ആളുകൾ ഇവർക്കെതിരായിട്ട് ഫോണിലൂടെയും പറയും, കത്തയച്ചിട്ടൊക്കെ. എന്റെ കയ്യിൽ ഒരുപടി ഫാക്സ് ഉണ്ട്. ശരി. സെക്രട്ടേറിയറ്റിലൊരു ഉദ്യോഗസ്ഥനാണ്, വളരെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ. ശരി. ഇദ്ദേഹത്തിന്റെ നാട്ടിലുകാരനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മോഹൻലാൽ മരിച്ചപ്പോൾ ഭാര്യയ്ക്കും കുട്ടികൾക്കും കിട്ടേണ്ട ഞാനത് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ഞാൻ പരിശോധിച്ച ഒരു വസ്തുതയല്ല. അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് വന്നാൽ ഞാൻ അതിന് ക്ഷമാപണം പറയുകയും ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞത്. അല്ല, ഞാനങ്ങനെ എടുത്തിയാടി പറയുന്നവനല്ല. എനിക്ക് ബോധ്യമുള്ള വസ്തുതയല്ല. പക്ഷെ മറ്റൊരാളെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ഞാൻ പക്ഷെ ഇന്ന് വരെ മോഹൻലാൽ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ. പറയാൻ കാരണം ഞാനങ്ങനെ അടിസ്ഥാനം ഇദ്ദേഹം എന്നെ പറ്റി മതിഭ്രംശം വന്നാളെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരു പ്രസ്താവനയിലാണ് ഇതിന്റെ വിവാദങ്ങൾ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടോ? ഈ കേരളത്തിൽ ഇത്ര ഈ തത്വമസിയൊക്കെ എഴുതാൻ പറഞ്ഞാൽ അത് ബാലലീലയാണോ? അത് എത്രയാൾക്ക് എഴുതാൻ സാധിക്കും? അത് അപ്പൊ അത് ചെയ്ത ഒരാളെ പറ്റി പറയണം മതിഭ്രംശം. അപ്പൊ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ആളാണ്, എഴുതിയും പ്രസംഗിച്ചും. അപ്പൊ എന്നെ പറ്റി പറയാവുന്ന ഏറ്റവും ചീത്തയായ ഒരു ആക്ഷേപമാണ്. കോടതിയിൽ പോയാൽ ഷുവറാണ് ഈ മനുഷ്യനെ ശിക്ഷിക്കും.